ചക്കുവള്ളം പഞ്ചായത്തിലെ ആനവിലാസം വിനായകൻപടി മേൽമാധവൻ കാനം റോഡ് കോൺക്രീറ്റ് ജോലികൾ പൂർത്തീകരിച്ച് ജനങ്ങൾക്കായി തുറന്നു നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതമായി അനുവദിച്ച 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് ഗതാഗതയോഗ്യമാക്കിയത്. മേൽമാധവൻ കാനം മേഖലയിലെ 100ഓളം കുടുംബങ്ങളുടെ അരനൂറ്റാണ്ട് കാലത്തെ സ്വപ്ന സാഫല്യമായാണ് പുതിയ റോഡ് യാഥാർത്ഥ്യമായത്. കോളനിയിൽ നിന്നും ആനവിലാസത്തേക്ക് എളുപ്പത്തിലെത്താൻ സാധിക്കുന്ന നടപ്പുവഴി മാത്രമാണ് കഴിഞ്ഞ 50 വർഷമായി ഉണ്ടായിരുന്നത്. ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് അംഗം സുരേന്ദ്രൻ മാധവന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്ന് ധനസമാഹരണം നടത്തി നടപ്പുവഴി വീതി കൂട്ടി മണ്ണ് ജോലികൾ പൂർത്തീകരിക്കുകയും തുടർന്ന് റോഡ് പഞ്ചായത്തിന്റെ ആസ്തിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിനുശേഷം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ശൈലജ വിനോദ് അനുവദിച്ച 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡിന്റെ 214 മീറ്റർ ദൂരം കോൺക്രീറ്റിംഗ് ജോലികൾ പൂർത്തീകരിച്ച് ഗതാഗതയോഗ്യമാക്കി മാറ്റിയത്. നാട്ടുകാരിൽ നിന്ന് പൈസ പിരിച്ചാണ് അവിടെ നിന്ന് സ്ഥലം തരികയും ചെയ്തു. ബാക്കിയുള്ള പൈസ കണ്ട് 1,63,000 രൂപ നമുക്ക് അന്ന് ചിലവായി. ആ പൈസ വെച്ചാണ് ഞങ്ങൾ റോഡ് വെട്ടിയത്. റോഡ് കഴിഞ്ഞപ്പോൾ ആദ്യം നമ്മുടെ ബ്ലോക്ക് മെമ്പറെ തന്നെ സമീപിച്ചു. അപ്പോൾ യാതൊരു മടിയും കൂടാണ്ട് പറഞ്ഞു നിങ്ങൾക്ക് പൈസ തരാമെന്ന് പറഞ്ഞു. പൈസ തരുമ്പം രണ്ട് മെമ്പർ ഞങ്ങളുടെ വാർഡാണ്, 2 പേർ കൂടി ഞാൻ ഫണ്ട് തരുവുള്ളൂ. മതി, ഞങ്ങൾക്ക് ഫണ്ട് ആർക്ക് തന്നാലും വേണ്ടിയല്ല, നാട്ടുകാർക്ക് പ്രയോജനപ്രദമാകുന്ന രീതി ഫണ്ട് പറയുമ്പോൾ ആ നിലയ്ക്കാണ് മെമ്പർ നമുക്ക് ഫണ്ട് അനുവദിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശൈലജ വിനോദ് റോഡ് ജനങ്ങൾക്കായി തുറന്നു നൽകി. 2 മെമ്പർമാരും കാണിച്ച ആ ഒരു പ്രയത്നം, അതുപോലെ അവരോട് സഹകരിച്ച നമ്മുടെ നാട്ടുകാരെ എസ്റ്റേറ്റിൻ്റെ ഇപ്പോൾ ഏലത്തിൻ്റെയൊക്കെ പറിച്ച് നൽകി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഈ നാട്ടുകാർക്ക് ഈ റോഡിനോടുള്ള ഒരാവശ്യകത, ആ ആവശ്യകത കണ്ടറിഞ്ഞ് നിങ്ങൾ എന്നെ ഒരു പ്രതീക്ഷയോടുകൂടി ഒരു വോട്ട് തന്ന് ജയിപ്പിച്ച ഒരാൾക്ക് ഒരു ഉത്തരവാദിത്വം. പഞ്ചായത്ത് അംഗങ്ങളായ സുരേന്ദ്രൻ മാധവൻ, ബിന്ദു ജയകുമാർ എന്നിവർ സംസാരിച്ചു. 750 മീറ്റർ ദൂരമുള്ള റോഡിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി കോൺക്രീറ്റ് ചെയ്തു നൽകുന്നതിനാവശ്യമായ നടപടികൾ കാലതാമസമില്ലാതെ സ്വീകരിക്കുമെന്ന് ജനപ്രതിനിധികൾ അറിയിച്ചു. പൊതുപ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അണക്കര.